ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോണേക്കാട്ടിലും മുന്നേ അങ്ങനെ നമ്മളുടെ ഫാമിലി കുറച്ചും കൂടെ വലുതായി. നമ്മളിപ്പം 7,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് 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 സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും 1000 നന്ദി. നിങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അറിയാലോ, ഞാനിതൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിൽ പോകേണ്ടി വരും. സോ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും 1000 നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. അയ്യോ, ഒരു കാര്യം കൂടെ, വീഡിയോയിലെ സബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടല്ലേ, ഒന്ന് സബ് ചെയ്യുന്നേ. നിങ്ങളെല്ലാവരും കൂടെ എന്നെ സബ് ചെയ്ത് ഒരു 10,000 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂത്രം ഞാൻ തരാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, ശരിക്കും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംഭവമുണ്ട്. നമ്മുടെ നാടിന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഇവിടെ പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. നാട്ടിലാവുമ്പോഴാണല്ലോ നമ്മൾക്ക് ഈവൊക്കെ കുറേ സംഗതികളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഉണ്ടല്ലോ ഇങ്ങനെ വിചാരിക്കാം, രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ജോലി പെയിൻറ്റിങ് ഉണ്ട്. പക്ഷെ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്ത് ടയേർഡായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ വെറുതെ മറ്റേ ലിവിങ് റൂമിലൊന്ന് കാറ്റ് കേട്ടിട്ട് സെറ്റിയിൽ ചുമ്മാ ഒന്ന് കിടന്നു എന്നങ്ങ് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും ഒരാൾ, ഞാനത് കഥാപാത്രങ്ങൾക്ക് പേര് സംഗതികളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, വരുന്ന കണ്ടു കഴിഞ്ഞാൽ പറയും, ഓ അവളെപ്പോഴും ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് കിടക്കുകയാണ്, ഒരു ജോലിയും ചെയ്യണില്ലല്ലോ, വെറുതെ ഇരിക്കുകയാണ്, മടി പിടിച്ചു പോകും, അവിടെ കിടന്ന് വേര് മുളയ്ക്കും, 24 മണിക്കൂറും ഫോണിലാണ്. ഇങ്ങനെയൊക്കെ ചിലവർക്കൊക്കെ കേട്ട് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെയുണ്ടല്ലോ, ഒരുപാട് തവണ കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മ എപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടിയാണ്. ഒന്നാമത്തത് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ കേൾക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. രണ്ടാമത് നമുക്ക് തന്നെ ഒരു കുറ്റബോധം, കുറച്ചും കൂടെ പണി ബാക്കിയുണ്ടല്ലോ, അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കണത് നമ്മ എന്തോ വലിയൊരു അപരാധം ചെയ്യുന്ന കണക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? സത്യം പറഞ്ഞാ മക്കളെ, അത് മടിയല്ല, അതാണ് നമ്മുടെ നിക്സൺ കുട്ടൻ. ഈ നിക്സൺ ആരാണെന്നല്ലേ? നമ്മുടെ ഡച്ച് അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പോരുന്ന ഒരു സാധനമാണ് ഈ നിക്സൺ. അതായത് നമ്മൾ ഈ പണിയൊക്കെ എടുത്ത് വല്ലാണ്ടായി കഴിയുമ്പോൾ അവരൊരു 10 മിനിറ്റ് അവർ വെറുതെ ഇരിക്കും. ഈ വെറുതെ ഇരിക്കണമെന്ന് പറയുമ്പോൾ പക്ഷെ നമ്മുടെ കയ്യിൽ ഫോൺ പാടില്ല കേട്ടോ. അവരുടെ വെറുതെ ഇരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിവിങ് റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ട് സെറ്റിയിൽ അങ്ങനെ നടുനിവർത്തി നീണ്ടങ്ങ് കിടക്കുക. അതിൻ്റെ ആവശ്യം ഇപ്പം എന്താണെന്നല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ പണ്ടൊക്കെ ഇല്ലേ, ഫോണും ടി വിയൊക്കെ നമ്മളിപ്പോൾ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും, എത്ര നേരമായി ടി വി ഓൺ ചെയ്തിട്ട്? രാവിലെ മുതൽ ടി വി ഇല്ലേ, അതിൻ്റെ ബാക്കിൽ പിടിച്ചു നോക്കൂ, ഒടുക്കത്ത് ചൂടായിട്ടുണ്ട്, ആ സാധനം അടിച്ചു പോകുമെന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ലേ അമ്മമാരല്ലെങ്കിൽ അപ്പമാർ? എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജീവൻ ഇല്ലാത്ത ഒരു ടി വി രാവിലെ മുതൽ ഉച്ച വരെ നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാകും, അത് കേടാകും എന്നറിയാം. അപ്പം ജീവനുള്ള നമ്മുടെ അവസ്ഥ എന്താ? രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കണ്ടേ? അല്ലേ? ജസ്റ്റിസ് ഫോർ അസ്. എല്ലാ വീട്ടിലും ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കേട്ടോ. ഉച്ച സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഉറപ്പാണ്, അപ്പോൾ ഉച്ചയ്ക്ക് പോലും റെസ്റ്റ് എടുക്കാതെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ട് ഇരിക്കണമെന്ന് നിബന്ധനകളുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ഇല്ലേ, അതും ചില വീടുകളിൽ നിയമങ്ങളൊക്കെ കാരണമാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കുറ്റബോധം ഉണ്ടാവണേ. നമ്മളറിയാതെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ജോലി നമുക്ക് പെയിൻറ്റിങ് ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇതാണ്, ദൈവമേ നമുക്ക് അത് ചെയ്ത് തീർക്കാനുണ്ട്, ഇത് ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് എത്ര ക്ഷീണമാണെങ്കിലും തളർച്ചയാണെങ്കിലും എടഞ്ഞൊക്കെ പോയിട്ട് നമ്മൾ പണിയെടുക്കണമെന്ന് പറയും. പക്ഷേ നമ്മേ ഈ നേരത്തെ ടി വിൻ്റെ കാര്യം പറഞ്ഞ പോലെ രാവിലെ മുതൽ ഉച്ച വരെ ടി വി ചൂടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് നേരം ആ ടി വി ഓഫ് ചെയ്ത് വെച്ചാലാണ് ആ ടി വിയുടെ ചൂടൊക്കെ ആറിയിട്ട് ഒന്ന് സെറ്റ് ആവുകയുള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ ഫോണൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നമ്മൾ യൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് അത് ചൂടാകും. ചൂടായി എത്ര സ്ഥലത്ത് നമ്മൾ ഫോണൊക്കെ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാവണമെന്ന് പറയണേ. അതേപോലെ തന്നെയല്ലേ നമ്മൾ ചൂടായിട്ട് പൊട്ടിത്തെറിക്കില്ല എന്നേ ഉള്ളൂ, അല്ല പൊട്ടിത്തെറിക്കും. അതിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ പണിയെടുത്ത് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഔട്ട് കംപ്ലീറ്റ്ലി ആവും. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും മടിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം തോന്നിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നതാണ്. എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50-ന് മേലെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് പേര് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരൊക്കെ മേ ബി
ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അത് അങ്ങനെ ചിന്തിക്കുന്നതല്ല അവർ ഇൻറ്റൻഷനലി. ഈ പറഞ്ഞ പോലെ പണ്ട് മുതലേ കുറേ ആൾക്കാർ ശീലിപ്പിച്ച് വന്ന ഒരു സംഭവം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മടിയാണ്, നമ്മൾ മടിച്ചുകളാണ് എന്നുള്ളൊരു മുദ്രയുണ്ട്. അപ്പം അതങ്ങനെയല്ല, അതാണ് നമ്മുടെ നിക്സൺ. ഇനി നമ്മളില്ലേ ജോലിയൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇത് മടിയൊന്നുമല്ല, ഇത് നിക്സൺ ആണെന്ന്. അത്രേ ഉള്ളൂ. അപ്പം ഇല്ലേ ഇന്ന് മുതൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ടി വി കാണുന്നവർക്ക് കണ്ടോ, പക്ഷേ ഫുൾ നമ്മളുടെ മൈൻഡ് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലിവിങ് റൂം ആണെങ്കിൽ ലൈക്ക് ബെസ്റ്റ് ആയിരിക്കും. നമ്മൾ പണ്ടൊക്കെ ചെയ്യാറില്ലേ, ഒരു പായയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബെഡൊക്കെ ഇട്ടിട്ട് ആ ഫാനിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ നീണ്ട നിവർന്ന് ഇങ്ങനെ കിടക്കുക. ആഹാ, എന്ത് സുഖമായിരിക്കും. തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ ടൈൽസിലൊക്കെ ഒന്നും വിരിക്കാണ്ട് കിടക്കുമ്പോൾ നല്ല സുഖമല്ലേ. ഞാൻ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല റിലാക്സ് അല്ലേ നമ്മളുടെ മൈൻഡ്. അതേപോലെ തന്നെ ചായ കുടിക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. ഇപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ ടി വി കാണുകയോ ഫോൺ തോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയോ ചെയ്യേണ്ടാവുക. അപ്പം നമ്മൾ നിക്സൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ചായ കുടിയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നാളെ നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ടി വി കാണണ്ട, ഫോൺ നോക്കണ്ട, ജോലികളൊന്നും ചെയ്യണ്ട. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ മറ്റേ അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നിട്ട് ആ ചായ കുടിച്ച് തീരുന്നത് വരെ വേറെ ഒന്നും ചെയ്യാതെ ആ ചായ ഓരോ സിപ്പ് എടുത്തിട്ട് ആസ്വദിച്ച് 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 കുടിക്കുക. അടിപൊളിയായിരിക്കും കേട്ടോ. ആ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സൊക്കെ വാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പവറായിരിക്കും. പിന്നെ നമ്മൾ ബാക്ക് ടു ആക്ഷനായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബാക്കിയുള്ള പണികൾ ഹവായി ഷൺമിക്കും. അത് ഓടി വേണോ, ചാടി വേണോ, മറിഞ്ഞ് വേണോ, എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് പണിയെടുത്ത് ഫിനിഷ് ആക്കാൻ പറ്റും. പിന്നെ നമ്മളൊക്കെ മൾട്ടി ടാസ്കിങ്ങിൻ്റെ ആളാണ്. പക്ഷെ ശരിക്കും നമ്മളുണ്ടല്ലോ ഇപ്പം ഈ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയും. നമ്മളിപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുവാണ്. നമ്മൾ പൊതുവേ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് പാല് തിളപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പല ജോലികളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഈ പാല് നിങ്ങളിപ്പോൾ എനിക്ക് പ്രാന്താണെന്ന് പറയും, പക്ഷെ പ്രാന്തല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ പാല് തിളപ്പിക്കും. ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോയുടെ സംഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മൾ ഉപ്പുമാവിന് ഫസ്റ്റ് ഇങ്ങനെ വറക്കൂലേ. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റവ പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇരിക്കും അതിന് വെജീസായിട്ട് ക്യാരറ്റ് കരിയാൻ പോവുക. ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ആ ഉപ്പുമാവ് ഇങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ ഇളക്കുന്നത് ഇങ്ങനെ പയ്യെ പയ്യെ ഇളക്കി 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 ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി വന്നു മക്കളെ, ചെറു പുഞ്ചിരി. അതങ്ങനെയാണ് നമ്മൾ പാല് തിളപ്പിക്കുന്നത്. പയ്യൊന്ന് നോക്കി നിന്ന് നോക്കി, ഭയങ്കര റിലാക്സ് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് പറയും, ദൈവമേ ഇവൾക്ക് വീഡിയോ ചെയ്ത് ചെയ്ത് വട്ടായി പോയോന്ന്. വട്ടൊന്നുമല്ല, ശരിക്കുമാണ്. നിങ്ങൾ അടുത്ത തവണ പാല് തിളപ്പിക്കുമ്പോണ്ടല്ലോ അതിൽ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് ശാന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ, അടിപൊളിയാ, ശരിക്കും അടിപൊളിയാ. അപ്പം പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വലിച്ച് നീട്ടി മുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.